ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്നും അറിയാത്ത കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാൻ മുമ്പ് ഒന്നും അറിയാത്ത കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റൈസ് വേവിക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ പ്ലേലിസ്റ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ബാച്ചിലേഴ്സ് റെസിപ്പി എന്ന് എടുത്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒട്ടും അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം പ്രഷർ കുക്കർ തന്നെ നോക്കാം. അപ്പോൾ ഇതൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. പിന്നെ ഏത് പ്രഷർ കുക്കറാണെങ്കിലും അതിൻ്റെ ലിഡിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ബെൽറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കമഴ്ത്തി വെക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് എല്ലായിടത്തും അമർത്തിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ വിസിൽ അതും കൂടെ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഊരി എടുത്തിട്ട് ഇതും കൂടെ ക്ലീൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ഹോൾസൊക്കെ ഒരു ഹോളുണ്ട്. അപ്പോൾ അത് ക്ലീൻ ആയിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും, നേരിയ തോതിൽ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഇതിൻ്റെ മറുവശം. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. പിന്നെ അതുപോലെ പ്രഷർ കുക്കർ മൂടി വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ വാങ്ങുന്ന ഒരു ഷോപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ഓരോ ബ്രാൻഡിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ അവിടെ ഒരു മാർക്കിട്ടിട്ടുണ്ടാവും, ഏകദേശം ഒരു ഹാൻഡിലിൻ്റെ കുറച്ച് ഇങ്ങോട്ടായിട്ട് മാർക്കിട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് ജോയിൻ ചെയ്യിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ സെയിം സ്ഥലത്തായിരിക്കും അതിൻ്റെ രണ്ടിൻ്റെയും ഹാൻഡിൽ വരുന്നത്. അങ്ങനെയാണ് എല്ലാ പ്രഷർ കുക്കറും കാണാറുള്ളത്. പക്ഷേ ഏതെങ്കിലും ബ്രാൻഡ് അങ്ങനെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് തന്നെ അത് നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. സാധാരണയായിട്ട് ഇങ്ങനെയാണ് കാണാറുള്ളത്. നമ്മളിങ്ങനെ ഒന്ന് ആ ഒരു പ്ലേസിൽ വെച്ച് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് അതിൻ്റെ ആ ഒരു ജോയിൻ. നമുക്ക് എല്ലായിടത്തും വെച്ച് കൊടുത്താൽ അത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. എന്നിട്ടത് ജോയിൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് 2 ഹാൻഡിലും ഒന്നിച്ച് ആവുന്ന രീതിയിലാക്കിയാൽ മതി. അത് നമുക്കത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് കറക്റ്റ് മൂടി വെച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മൂടി വെക്കുന്ന പരിപാടിക്കൊന്നും പോകരുത് കേട്ടോ. എല്ലാം കറക്റ്റ് മൂടി വെച്ചിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. പിന്നെ നമ്മൾ കുക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വിസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേലോട്ടാക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു പ്രഷറിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും, ഒരു സൂം അങ്ങനെയുള്ളൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനെ വലിക്കുമ്പോൾ അങ്ങനെ ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ നമുക്കത് മൂടി വെച്ചത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ബെൽറ്റോ വിസിലോ അങ്ങനെ ഒന്നും ശരിയില്ല, എന്തെങ്കിലും അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, പ്രഷർ കുക്കർ ശരിയില്ല, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലെടുത്താൽ ഇപ്പോൾ ഈ ഒരു 3 ലിറ്ററിൽ എത്രയാണോ വേകുന്നത് അപ്പോൾ അത്ര മാത്രം എടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു റൈസ് വേവിക്കുമ്പോൾ ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എത്ര മെഷർമെൻറ്റാണ്, എത്ര കപ്പാണ് വേകുന്നത്, അതൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ കാണാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ എന്ത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അരമണിക്കൂറിനേക്കാളും മുമ്പ് എന്തായാലും ഒരു വിസിൽ വന്നിരിക്കും. അരമണിക്കൂറായിട്ടും ഒരു വിസിലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ വൈറ്റ് റൈസോ ഗീ റൈസോ ഒക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ എപ്പോൾ പായസമായി എന്ന് ചോദിച്ചാൽ മതി. പിന്നെ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലോണം അതിൻ്റെ പ്രഷർ പുറത്ത് വിസിലൊന്ന് മേലോട്ടാക്കിയിട്ട് അതിൻ്റെ പ്രഷറൊക്കെ നല്ലോണം പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ സിങ്കിലോട്ട് വെച്ചിട്ട് ടാപ്പ് വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തുറക്കുക. അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എൻ്റെ മോൾക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട് കുറേ മുമ്പ്. ഏത് ക്ലാസ്സിലാണെന്നൊന്നും ചോദിക്കരുത്. അപ്പോൾ അവൾ ഇതിൻ്റെ പ്രഷറൊന്നും എടുക്കാതെ കഷ്ടപ്പെട്ട് അതിൻ്റെ ലിഡ് തുറന്നിട്ട് ഭാഗ്യത്തിന് ദേഹത്തോ മുഖത്തോ ഒന്നും പറ്റിയിട്ടില്ല. കൗണ്ടർ ടോപ്പും എല്ലാം ഫുള്ള് കറിയൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ ലിഡൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ അതുപോലെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് കുറേ വർഷം മുമ്പാണ് കേട്ടോ. എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തന്നെ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ല ആ സമയത്ത്, ജസ്റ്റ് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഉമ്മയും ഞാനും ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഉമ്മ ഗീ റൈസ് പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് പോയത്. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തേക്കെന്ന് അനിയത്തിയോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. തിരിച്ച് വരുമ്പോൾ എന്തായാലും അരമണിക്കൂറൊക്കെ എന്തായാലും എടുത്തിട്ടുണ്ടോയെന്ന് തോന്നുന്നു, അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് തോന്നുന്നു. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഉമ്മ ചോദിച്ചു അത് ഓഫ് ചെയ്തല്ലോ അല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, അത് വിസിൽ വന്നില്ല, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തില്ല എന്ന്. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ കഴിച്ചത്. അതാകെ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കാം. വിസിൽ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സമയമൊന്നും വെച്ചേക്കരുത്. ഓരോ ഇത് വേകുമ്പോഴും നമ്മൾ ഏകദേശം സമയം ഏകദേശം മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു റൈസ് കുക്കറിൽ വേവിക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയാൻ വിട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ഇത് നല്ലോണം മൂടിയിട്ട് വേണം അതിൻ്റെ അകത്ത് വെക്കാനായിട്ട്. ഇതുപോലെ നല്ല കംപ്ലീറ്റ് മൂടി വെക്കുക. പിന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയൊന്നും വെച്ചേക്കരുത്. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടാനും സമയമെടുക്കും. കറക്റ്റ് മൂടി വെച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റ് വെന്ത് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ഗ്യാസിനകത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടുള്ള ഇതാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ അതിൽ ഫുൾ ക്വാണ്ടിറ്റി ഫുൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിനകത്ത് തിളപ്പിച്ചെടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ കുറച്ചൊന്നിങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് മൂടി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് മൂടി വെക്കുമ്പോൾ പതഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് എന്താണെങ്കിലും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഗ്യാസൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാം. കറണ്ടിലാണിത്, പ്ലഗ് പോയിൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കറണ്ട് ഇല്ലാതെ ജനറേറ്റർ ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ കേട്ടോ. പിന്നെ ഇതിലെല്ലാ പാത്രവും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാം. നല്ല പരന്നിട്ടുള്ള അധികം വെയിറ്റ് ഇല്ലാത്ത ഏത് സ്റ്റീൽ പാത്രമാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വഴറ്റുന്ന പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ഫ്ലെയിം കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. പെട്ടെന്ന് അടുക്കി പിടിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റീൽ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇൻഡക്ഷൻ കുക്കറിൽ, ഇതുപോലുള്ള ഇൻഡക്ഷൻ കുക്കറിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഇരുമ്പ് പാത്രം, ഇതുപോലുള്ള അയറൻ കടായി അല്ലെങ്കിൽ ദോശക്കല്ല്, ആ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ല്, അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ പുതിയതായിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആ ഒരു ഇരുമ്പ് കറൊക്കെ മാറിക്കിട്ടാൻ അതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ വേറെ കുറച്ച് പാത്രങ്ങളും ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു പ്രഷർ കുക്കർ, ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ ഇങ്ങനെ, ഇത് ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രഷർ കുക്കറാണ്. റേറ്റും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഷർ കുക്കർ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ പ്രഷർ കുക്കറിലും ഇതുപോലെ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറെ പ്രഷർ കുക്കർ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രഷർ കുക്കറാണെങ്കിലും അല്ലെങ്കിൽ വേറെ നോൺ സ്റ്റിക്ക് പാത്രം എന്താണെങ്കിലും അതിൻ്റെ അടിഭാഗം ഞാൻ നേരത്തെ കാണിച്ച ഇതുപോലെ ഉണ്ടാവും കേട്ടോ. വേറെ എന്ത് പാത്രത്തിൻ്റെ അടിഭാഗം ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ, ഞാൻ പറഞ്ഞ പോലെ നോൺ സ്റ്റിക്കിലും വരാറുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ഫ്രൈ പാന്, ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ അടിഭാഗം. ഇതുപോലെ തന്നെ ബിരിയാണി പോട്ട്, സോസ് പാന്, അതൊക്കെ വരാറുണ്ട്. എല്ലാ ഫ്രൈ പാനിലും ഇങ്ങനെ വരാറില്ല. നമ്മളത് ചോദിച്ച് ഷോപ്പിൽ ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പാത്രം നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് വാങ്ങണം. അപ്പോൾ എന്നാൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള പാത്രങ്ങൾ കിട്ടത്തുള്ളൂ കേട്ടോ. എല്ലാ ഇതിലും ഇങ്ങനെ വരാറില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നോർമലുള്ള ഫ്രൈ പാൻ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങാം. പിന്നെ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇതുപോലുള്ള ഇഡ്ഡലി കുക്കർ, സ്റ്റീലിൻ്റെ. അപ്പോൾ ഇതിൽ ഇതുപോലുള്ള കുറേ തട്ടുണ്ടാവും, ഇഡ്ഡലി തട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ 2 തട്ട് ഒന്നും മാവൊന്നും ചേർക്കാതെ വിടുന്നതാണ് നല്ലത്. നമ്മൾ വെള്ളം ചേർത്തിട്ടാണല്ലോ സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പാകം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു 2 തട്ടും ഒന്നും മാവൊന്നും ചേർക്കാതെ വിട്ടിട്ട് ബാക്കിയുള്ളതിൽ മാവ് ചേർത്തിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുറഞ്ഞിട്ട് അത് അടിക്ക് പിടിക്കുന്നതോ അല്ലെങ്കിൽ
വെള്ളം നമ്മൾ ഇത്ര വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ടൊക്കെ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ വെള്ളം കയറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 2 തട്ട് ഒന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് വിട്ടിട്ട് ബാക്കിയുള്ളതിൽ മാവ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ഈ ഒരു പാത്രത്തിൽ നമുക്ക് എന്തും ഉണ്ടാക്കിയെടുക്കാം, റൈസോ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഈ ഒരു ഒറ്റ തട്ടിട്ട് കൊടുത്തിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം സ്റ്റീം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചൂടാക്കിയെടുക്കുന്നെങ്കിലൊക്കെ ചൂടാക്കിയെടുക്കാം. ഇതിനകത്ത് ആ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നമുക്ക് അങ്ങനെ ചൂടാക്കിയെടുക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റീം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇലക്ട്രിക് റൈസ് കുക്കറാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതുപോലുള്ള പാത്രം ഉണ്ടാവും. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ നമ്മൾ കുക്ക് ചെയ്യാനുള്ള വാഷ് ചെയ്തിട്ടുള്ള അരി വെള്ളം അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലുള്ള ഒരു തട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു തട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ വേവിക്കാനുള്ള അരിയും വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് പിന്നെ സ്വിച്ച് ഓൺ ചെയ്താൽ മതി. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ ടച്ച് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ മൂടി വെച്ചതിന് ശേഷം മാത്രം സ്വിച്ച് ഓൺ ചെയ്യുക. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകുന്ന റൈസ് കുക്കറും അങ്ങനെയൊക്കെ കുറേ രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഇതുപോലുള്ള ഒരു തട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ ആ ഒരു പാത്രത്തിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തട്ടിൽ സ്റ്റീം ചെയ്യാനുള്ളത് വെച്ചിട്ട് ജസ്റ്റ് മൂടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പ്ലഗ് ഓൺ ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഈ റൈസ് കുക്കർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതൊക്കെ ചോപ്പിംഗ് ചെയ്യുന്നതും അതുപോലെ മിക്സർ ഗ്രൈൻഡർ അതൊക്കെ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്